ടാറ്റ പറഞ്ഞേ. ഹലോ ഗൈസ് പറഞ്ഞേ. ഹലോ ഗൈസ് പറഞ്ഞേ. എവിടെ പോവാ? അതെ കേസ്, ഇവർ പഴനിക്ക് പോവാണ്. നമ്മളിപ്പോൾ ആക്ച്വലി ഇത് അങ്ങോട്ട് പോകുവാണ്. ഒരു പഴനിക്ക് പോകാനായിട്ട് 1:30ക്കാണ് വണ്ടി വന്നത്. നമ്മളെ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഏതാണ്ട് 1:30 ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മളിത് കുറച്ച് ദൂരമുള്ളൂ, അപ്പോൾ അങ്ങോട്ട് നടക്കുമായിരുന്നു. അങ്ങനെ നമ്മളിത് നേരെ വന്നപ്പോഴത്തേക്കും നന്ദുമോളെ പോകാനൊക്കെ റെഡി ആയിട്ട് നിൽക്കുക. അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാൻ പിടിച്ച് നിർത്തിയതാണ്. ഫോൺ കണ്ടപ്പോൾ എന്താണെന്നറിയില്ല, ആ നിൽക്കുന്ന നിപ്പിൽ തന്നെ നിന്ന്. പ്രത്യേകിച്ച് ഒരു ഭാവവും ഞാൻ കാണുന്നില്ലായിരുന്നു. അങ്ങനെ തമ്പുവിൻ്റെ മുടി കളയാനായിട്ടാണ് മെയിനായിട്ട് ഇവർ പോകുന്നത്. തമ്പു മുട്ടയായിട്ടായിരിക്കും മിക്കവാറും തിരിച്ചു വരുന്നത്. അങ്ങനെ ഇവരെല്ലാവരും പാക്കിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാവരും ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ടൈമിലാണ് നമ്മൾ ചെന്ന് കയറിയിട്ടുണ്ടായിരുന്നത്. തമ്പുവിന്റെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കണമല്ലോ, കാരണം മുടി കളയുമല്ലേ. ഇനിയിപ്പോൾ മുടി രണ്ടാമത് കിളുത്ത് വരണ്ടേ, അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് വെക്കാമെന്ന് കരുതി വന്നതാണ്. പക്ഷേ ആള് ഫോട്ടോ എടുക്കാനായിട്ട് അങ്ങോട്ട് ചിരിക്കുന്നില്ല. എല്ലാവരും പോകാനൊരുങ്ങി നിൽക്കുന്നുണ്ട്. ഇനി അവളെ കൊണ്ടുപോകാതെ പോകുമോ എന്നുള്ള വെപ്രാളമാണ് അവക്ക്. കാരണം അക്ക ഒരുങ്ങി നിൽക്കുമല്ലോ, അക്കരോട് ഇനി വിട്ടില്ലെങ്കിലോ. അങ്ങനെ ഇടയ്ക്ക് മുഖമൊക്കെ മാറുന്നുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ എങ്ങനെയൊക്കെയോ പിടിച്ച് നമ്മൾ 2-3 ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട് ആളുടെ. നന്ദുമോളാണെങ്കിൽ ഫോട്ടോക്ക് പിന്നെ ഫോട്ടോജീനിക്കാണ്. ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് കാര്യമായിട്ട് ഫോട്ടോ എടുക്കാൻ നിൽക്കുക. പിന്നെ എനിക്ക് മോതിരമൊക്കെ വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞാണ് ഇത്തവണ പോകുന്നത്. തമ്പുരും മുടിയൊന്നും കെട്ടാതെ നിന്നുകൊണ്ട് നമ്മളത് ഫോട്ടോ എടുക്കാനായിട്ട് അവൾ മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പം എന്ത് പറ്റുമെന്നറിയില്ല, കാര്യമായിട്ട് അടങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു മുടി കെട്ടാനായിട്ട്. അങ്ങനെ 2 വശവും 2 കൊമ്പൊക്കെ കെട്ടിയിട്ടാണ് നമ്മൾ ഫോട്ടോ എടുത്തത് തമ്പുരുൻ്റെ. ശൈലജ ഇവിടെ കാര്യമായിട്ട് ലാസ്റ്റ് സെഷൻ ഓഫ് പാക്കിങ്ങിലായിരുന്നു. എല്ലാം ടൈം ആയി പോകാനായിട്ട്. എന്ത് വെച്ചിട്ട് വരും? പിന്നെ ഇവർ പെട്ടെന്ന് തന്നെ പോകാനായിട്ട് ചേട്ടൻ ബാഗെല്ലാം കൊണ്ട് വെക്കാനായിട്ട് ചേട്ടനും അക്കയും കൂടെ ഇറങ്ങി റെഡിയായി. കാരണം എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ശൈലയാണ് ഇവിടുന്ന് വണ്ടി വിടുന്നത്. വണ്ടി വിടുന്ന ആള് അവിടെ വണ്ടിയുടെ അടുത്ത് എത്രയും നേരത്തെ ചെല്ലണമല്ലോ. അങ്ങനെ പിന്നെ ഇവരിതേ ഇറങ്ങുവാണ്. പാക്ക് ചെയ്ത് എല്ലാം സെറ്റാക്കി ബാഗ് സാധനങ്ങളിലായിട്ട് ഇവർ വണ്ടിയിൽ പോവാം, ഞങ്ങളെ പുറകെ നടന്നു പോകാന്നുള്ള പ്ലാനിങ്ങിൽ അവരെ നമ്മൾ ആദ്യം പറഞ്ഞു വിട്ടു. പിന്നെ പുറകെ നമ്മളങ്ങോട്ട് നടന്നു പോയാൽ മതിയല്ലോ. അങ്ങനെ തമ്പുരുവിനെ ഒരുക്കി. തമ്പുരു എനിക്ക് പാട്ടൊക്കെ പാടി തരുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ പതിയെ കൊടയൊക്കെ പിടിച്ച് അങ്ങോട്ട് നടന്നു. കാരണം അത്യാവശ്യം നല്ലൊരു രീതിയിൽ വെയിലുണ്ടായിരുന്നു. അതിനിടക്ക് ശൈലിയാണെങ്കിൽ ഞങ്ങൾ വഴക്ക് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടുവന്നത്. കാരണം ഞങ്ങൾ വന്നതാണ്, അവർ താമസിച്ചെന്നാണ് അവസാനം വന്ന കുറ്റം. അങ്ങനെ തമ്പുരുവിനെ എടുത്ത് നമ്മൾ പോണ വഴിക്ക് ഫോട്ടോസും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട് തമ്പുരുവിൻ്റെ. കാരണം ഇനി രണ്ടാമത് മുടി കളഞ്ഞിട്ട് പിന്നെ രണ്ടാമത് കിളുക്കുന്ന മുടി നന്ദുവിൻ്റെ പോലെ സ്പ്രിങ് മുടിയാണെങ്കിലും അതുകൊണ്ട് ഇത് കാര്യമായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഇതിവിടെ വന്നപ്പോഴത്തേക്കും നല്ല രസമായിരുന്നു. ആൾക്ക് ആ പൂവൊക്കെ പറിക്കാനായിട്ട് ഭയങ്കര ബഹളമായിരുന്നു. പിന്നെ നമ്മൾ നേരെ ഒരു കണക്കിന് ഞാൻ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേക്കും ആള് അടങ്ങിയിരിക്കുന്നുണ്ട്, വലിയ അലമ്പില്ലായിരുന്നു ആള്. പിന്നെ നമ്മൾ ചെന്നപ്പോഴത്തേക്ക് ഓൾമോസ്റ്റ് അവിടെ വണ്ടിയും വന്ന് ആൾക്കാരും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ വന്ന് ഒരു വണ്ടി വിടുന്ന ടൈം ആയിട്ടില്ലായിരുന്നു. അച്ഛനും ഒക്കെ വന്ന് അച്ഛൻ്റെ അവിടെ നിൽപ്പുണ്ടായിരുന്നു. അച്ഛൻ്റെ വീഡിയോ എടുത്തില്ല, ചേച്ചിയാണ് ആക്ച്വലി വീഡിയോ എടുത്തത്. അപ്പോൾ അവൾ അതൊന്നും എടുത്തില്ല. ഇടക്കിടക്ക് എന്തൊക്കെയോ കട്ടായി പോയിട്ടുണ്ട്. അങ്ങനെ അച്ഛനായിട്ട് കുറേ നേരം സംസാരിച്ചിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് പോയത്. ഫുഡ് അപ്പിയുടെ വീട്ടിൽ അപ്പി എല്ലാവർക്കും ഫുഡ് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആക്ച്വലി കാവിന്ന് കഴിക്കാമെന്ന് പറഞ്ഞിരുന്നേ, പക്ഷേ നമ്മൾ ഇറങ്ങിയ ടൈമിങ് പാളിപ്പോയതുകൊണ്ട് പിന്നെ നമ്മൾ ഇവിടെ വന്ന് ഇവരുടെ കൂടെ ഫുഡ് കഴിച്ചത്. നമ്മൾ വന്നപ്പോഴത്തേക്ക് ഇവർ ആക്ച്വലി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞാനവിടെ ഇരുന്നതുകൊണ്ട് ചേട്ടൻ എനിക്ക് കുറച്ച് ചോറ് വാരി തന്നു, ചേട്ടനൊക്കെയും കൂടെ. പക്ഷെ അപ്പോൾ എൻ്റെ കയ്യിൽ ഫോണില്ലായിരുന്നു, ഫോൺ ചേച്ചിയുടെ കയ്യിലായിരുന്നു. അങ്ങനെ അതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ പറ്റില്ല. പിന്നെ ഞങ്ങളും ചെന്ന് അതിന് കുറച്ച് ചോറൊക്കെ എടുത്ത് ഞങ്ങൾ ഇരുന്ന് കഴിച്ച്. ചോറ് കഴിച്ചിട്ട് പെട്ടെന്ന് ഇവർക്ക് പോകണമല്ലോ. അങ്ങനെ പിന്നെ നമ്മൾ അധികം സമയം സ്പെൻഡ് ചെയ്തില്ല. കാരണം ഓൾമോസ്റ്റ് പോകാനുള്ള ആൾക്കാരെല്ലാവരും വരുന്നുണ്ടായിരുന്നു. ഇത്തവണ ഇവിടുന്ന് പോയ ട്രിപ്പ് ആള് വളരെ കുറവായിട്ടാണ് ഇവർ പോയിരിക്കുന്നത് ഇവിടുന്ന്. അതുകൊണ്ട് ഉണ്ടായിരുന്ന ആൾക്കാരൊക്കെ നേരത്തെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ കഴിച്ചിട്ട് ഇവിടെ വന്ന് അപ്പോൾ അവർ സാധനങ്ങളൊക്കെ വണ്ടിയിലോട്ട് കയറ്റിക്കൊണ്ടിരിക്കുക. നമ്മൾ ഫുഡ് ഓണാണ് പോണത്. അപ്പോൾ ഫുഡിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും കാര്യങ്ങളും എല്ലാം വണ്ടിയിലോട്ട് എടുത്ത് വെച്ചോണ്ടിരിക്കുവായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പഴനിക്ക് പോകുന്ന ആൾക്കാരാണ്. ഇവരെല്ലാവരും വന്ന് വെയിറ്റ് ചെയ്യുക. കാരണം വണ്ടിക്കകത്ത് കയറിയിരിക്കാൻ പറ്റുന്നില്ല, നല്ല ചൂടല്ലേ. അതുകൊണ്ട് എല്ലാവരും ബാഗൊക്കെ വെച്ച് സീറ്റൊക്കെ എല്ലാവരും പിടിച്ചിട്ടിട്ട് പുറത്ത് വന്ന് നിൽക്കുക, വണ്ടി വിടുന്ന സമയമാകുമ്പോൾ കയറാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അവരെല്ലാവരും വണ്ടിയിൽ സാധനം എല്ലാം കയറ്റി കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മളും എങ്കിൽ കയറി ഒരു വീഡിയോ എടുത്തേക്കാന്ന് കരുതി നമ്മൾ നേരെ വണ്ടിയിലോട്ട് കയറി. ഇത് ഇത്ര ആൾക്കാരേ ഉള്ളൂ ആക്ച്വലി ഈ ട്രിപ്പ് പോകാനായിട്ട്. ആള് അത്യാവശ്യം വളരെ കുറവായിരുന്നു ആള്. നമ്മൾ സംഭവം വീഡിയോ എടുക്കാൻ കയറിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ കാണാൻ ആദ്യം ഭയങ്കര കരച്ചിലും ബഹളമായിട്ടാണ് ഈ പോകുന്നത്. കൊച്ചുവും പൊന്നും ദേവും ആരും ഇല്ലാതെ സങ്കടം ആദ്യക്കുണ്ട്. എന്ന് വെച്ചാൽ അവൻ പോകാതിരിക്കുന്നൊന്നുമില്ല, അവൻ പോകുകയും വേണം. പക്ഷെ അവന് ആരും ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര മടുപ്പായിരുന്നു. കുഞ്ഞു കരഞ്ഞൊക്കെ ആയിരുന്നു പോയത്. പിന്നെ ചെന്നൊന്ന് കരയിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം. അങ്ങനെ പിന്നെ നമ്മളത് കയറി നേരെ ആദ്യം തപ്പി പോകണം. അപ്പൊ ആള് ആദ്യം കയറിയതുകൊണ്ട് ഏറ്റവും ബാക്കിൽ പോയി പിള്ളേർ സെറ്റ് എല്ലാ സീറ്റും പിടിച്ചിരിക്കുക. ആദ്യം നന്ദു എല്ലാം പുറകെ കയറി ഇരിക്കുക. അങ്ങനെ നേരെ ഞാൻ ഫോണിട്ട് വരുന്നതുകൊണ്ട് എന്നെ അങ്ങോട്ട് വിളിക്കുന്നുണ്ട്, കുഞ്ഞെ വാ ഇരിക്കും പറഞ്ഞ് നന്ദു ഇപ്പോഴേ ബഹളം വെക്കുന്നുണ്ട്. ഞാൻ ഓഡിയോ കട്ട് ചെയ്തുകൊണ്ട് അതെല്ലാം കട്ടായി പോയത്. അതെ ഏറ്റവും ബാക്കിൽ വന്ന് സീറ്റ് പിടിച്ചിരിക്കുക. അവനങ്ങ് വയ്യ, അമ്മാതിരി തുള്ളലാണ് വണ്ടി കിടന്ന്. അങ്ങനെ തമ്പുരു
ടാറ്റയൊക്കെ തന്ന് പോകുന്നുണ്ട്. തിരിച്ചു വരുമ്പോൾ മൊട്ടക്കുട്ടിയായിരിക്കും. നമ്മളെല്ലാവരും ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ബസ്സിൽ നിന്ന് പയ്യെ ഇറങ്ങി. പക്ഷെ ബസ്സിൽ കയറിയപ്പോഴത്തേക്കും എന്താണെന്ന് അറിയത്തില്ല, എനിക്കും ഭയങ്കര ഒരു സങ്കടം, പോകാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പം എനിക്കൊന്നൊരു 4-5 വർഷമായി ഞാനും പോയിട്ട്. കൊറോണയ്ക്ക് ശേഷം പിന്നെ പോയിട്ടില്ല, അതിന് മുന്നേ എന്തോ പോയതാ. അടുത്ത വർഷമെങ്കിലും അമ്മയും അച്ഛനും ജ്യൂസും എല്ലാവരുമായിട്ട് പോകാൻ പറ്റണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. നടക്കും, പോകും എന്തായാലും. അങ്ങനെ ബസ്സിൽ കയറി. സത്യം പറഞ്ഞാൽ നല്ല വിഷമമുണ്ട്, പോകാൻ പറ്റാത്തതിൽ എന്തോ എനിക്ക് ഭയങ്കര സങ്കടമായിപ്പോയി. അതെ, അച്ഛനും എല്ലാവരും കയറി അവര് ബസ് എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. അപ്പം നമ്മൾ അവർക്ക് ടാറ്റയൊക്കെ കൊടുത്ത് അവരെ പറഞ്ഞു വിടാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുക. അവർ പോകാനായിട്ട് പിന്നെ നമ്മളവിടെ നിന്ന്, അവർ പോയിട്ട് നമുക്ക് വീട്ടിലോട്ട് പോകാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യുവാണ് ഗൈസ്. അങ്ങനെ അച്ഛനെന്തേ ടാറ്റയൊക്കെ തന്ന് അവർ വണ്ടി എടുക്കുവാണ്. പയ്യെ ഡോറൊക്കെ അടച്ചെറുതി വണ്ടി എടുക്കുവാണ് ഗൈസ്. അങ്ങനെ അവര് പഴനിക്ക് പോയി. പഴനി ട്രിപ്പ് ഇത് ഇവിടെ സ്റ്റാർട്ട് ആവുകയാണ്. അവർ പഴനിക്ക് പോയി ഗൈസ്. നമ്മൾ തിരിച്ച് വീട്ടിലോട്ടും പോയി ഗൈസ്. എന്തോ ഉള്ളിലൊരു വിഷമല്ലേ. അപ്പോൾ ഓക്കെ, ബൈ.